ഹലോ ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊരു അഫ്ഗാനി ചിക്കൻ അല്ലേ? അതെ, അഫ്ഗാനി ചിക്കൻ ആണ്. അതിനു വേണ്ടിയിട്ട് ഒരു സാധനം മേടിച്ചിട്ടുണ്ട് ഗൈസ്, കാണിച്ചു തരാം. ഈ സാധനം ആ മതി മതി, കുറച്ചുകൂടെ ഇട്ടുവാണെങ്കിൽ. സാധനം കസൂരി മേന്തി. കസൂരി മേന്തിയാണ് ഗൈസ്. നമ്മളിതുവരെ മണക്കാത്തൊരു ജാതി സ്മെല്ല്. എന്തായാലും കൊള്ളാം. മല്ലിയിലകളൊക്കെ പോയിട്ടുള്ള സാധനം. ഇലയാണ് കൂടുതൽ. ഇടുമ്പോ കാണിച്ചു തരാം, ഇടുമ്പോ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഫുള്ള് ഐസായിട്ടിരിക്കുക. അത് കാരണം അത് വെള്ളത്തിലിട്ട് ഇതായി കൊണ്ടിരിക്കുക. ബാക്കിയുള്ളതായിട്ട് ഇരിക്കട്ടെ. ഈ പെട്ടി കൊള്ളാലോ ഗൈസ്. ഈ പെട്ടി ലുലുന്ന് മേടിച്ച പെട്ടിയാണ്. നല്ല പെട്ടിയല്ലേ? അങ്ങനെ ചിക്കൻ സാമാനങ്ങളൊക്കെ ഇട്ട് വെക്കാൻ പറ്റും. നല്ലൊരു എന്താ. പിന്നെ ഇതിനകത്ത് ഒഴിക്കാനായിട്ട് ക്രീം, ഫ്രഷ് ക്രീം എന്താ, മിസ്റ്റ് ഫ്രഷ് ക്രീം. എത്ര രൂപ? 100 രൂപ. കൊള്ളാം. അതിന് വേണ്ടിയിട്ട് അവരൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് അതെടുത്ത് ചിക്കനിലേക്ക് അവൾ ഒഴിച്ചു. തൈര് ഒഴിക്കാണ് ഇനി. പുളിയില്ലാത്ത ഇട്ടോണെ അത്രയും നല്ലത്. അപ്പൊ നമുക്ക് ഇച്ചിരി പുളിയൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. കസ്തൂരി മേന്തി തേരിക്കും. യൂട്യൂബിലൊക്കെ ഓരോ വീഡിയോയിലൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങളാണ്. കുറച്ച് ഓണിയൻ ഫ്രൈ ചെയ്യണമായിരുന്നു, മറന്നുപോയി. ലാസ്റ്റ് ആഡ് ചെയ്ത് വെക്കാം. ഓണിയൻ ഫ്രൈ ചെയ്തത് ഓണിയൻ ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുന്ന കണ്ടിടണോ? ബിരിയാണിയോ? അയാൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇച്ചിരി ഗരം മസാല ആൻഡ് കുരുമുളക് പൊടി ഞാൻ അതിങ്ങോട്ടേക്ക് കൊണ്ടുവരട്ടെ. ഗരം മസാല മസാല ഇളക്കി കൊടുക്കാം. ഗരം മസാല. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. ഫ്രഷ് ക്രീം. ഇതെല്ലാം കൂടെ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്യാം.
മണിക്കൂർ വെക്കുന്നത്, ഒരു മണിക്കൂർ അരമണിക്കൂർ വെക്കുന്നത് നല്ലതാണ്. പക്ഷെ നമുക്കിപ്പോൾ ഇച്ചിരി ടൈമൊക്കെ കുറവുണ്ടായതുകൊണ്ട് നമ്മൾ മാക്സിമം വേഗം ചെയ്യാൻ നോക്കുവാണ്. ചട്ടിക്ക് വലിയ ഭംഗിയൊന്നുമില്ല, പിന്നെ ചട്ടിയിലല്ല ഭംഗി, കറിയിലല്ലേ കാര്യം. തട്ടുകടയിൽ പോയാൽ ഈ ചട്ടി എന്തിട്ടാ ഭംഗി, പക്ഷെ അവിടെ നിന്ന് കിട്ടുന്ന സംഭവം നല്ല രസമല്ലേ. ഒരു പച്ച കളറിലാണ് കറി. ഓയിൽ ഒഴിച്ച് പക്ഷെ ഉള്ളി ഒന്ന് വറുത്തെടുക്കാം. ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് റെസിപ്പി നോക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനും ജസ്റ്റ് ഒരു യൂട്യൂബ് റെസിപ്പി കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചു. നല്ല കാര്യം. സവാള വറുത്തെടുക്കണം. അതെ, വറുത്തെടുത്തിട്ട് ഇതിന്റെ മുകളിൽ ലാസ്റ്റ് ഇടാനാണ്. മുകളിലല്ല, ഇതിന്റെ കൂടെ തന്നെ ഇടാൻ പറ്റും. പിന്നെ കറിയുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഇടാം. 2 ഓപ്ഷൻ ഉണ്ട്, എങ്ങനെ വേണമെങ്കിലും ഇടാം. ഒന്നെങ്കിൽ നമുക്ക് ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കറി നമ്മള് തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലാസ്റ്റ് ഇടാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. കറി തിളച്ചോണ്ടിരിക്കുമ്പോൾ ലാസ്റ്റ് ഇടാൻ പറ്റുന്നു. ഇതിന്റെ ഫ്ലാഷ് കത്തണില്ല. വിശക്കുന്നോ? ചപ്പാത്തിയും ചിക്കനും തിന്നാ. ഇതിന്റെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പൊറോട്ടയാണ് കേട്ടോ. പിന്നെ പൊറോട്ട ഇവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റില്ല, അപ്പൊ അതിന്റെ പേരിലാണ് നമ്മൾ ചപ്പാത്തി ആക്കിയത് കേട്ടോ. പൊറോട്ടയോ അപ്പോ ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സൂപ്പർ ആയിരിക്കും ചപ്പാത്തിനെയും കാട്ടി. പൊറോട്ട കഴിക്കാണ്ടിരിക്കുന്നത് നല്ലതാ. പൊറോട്ടയില് ഓയില, ഫുൾ ഓയില. വറുത്ത് ഇങ്ങനെയൊക്കെ ആവണം അല്ലേ? ഇനി ഇതിലും കറക്കണം അറിയാവുന്നോണ്ട് തന്നെ. നമ്മള് കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സവാള എടുത്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഞങ്ങളുടെ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സവാളയില് ഇങ്ങനെ പരിപാടി ഒപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ ഒരു ഇതൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരണം നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഇതിൻ്റെ കൂടെ നെയ്യ് ഇട്ട് കൊടുക്കുവാണ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇതിനകത്തോടൊന്നും കരിയാണ്. എല്ലാം ചോറും കൂട്ടാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ഓരോ ചിക്കനായിട്ട് ഫസ്റ്റ് എടുക്കുക. എന്നിട്ട് നമുക്ക് ചാറ് ഫുള്ള് അതിലേക്ക് ഒഴിക്കാം.
അതവിടെ വറുത്ത പോലെ. കാര്യം എനിക്ക് വറുത്തൊന്നും തിന്നാൻ പറ്റില്ല, വറുത്ത ചിക്കൻ തിന്നാൻ പറ്റില്ല, അതാ അങ്ങനെ പറഞ്ഞു. അത് വറുത്ത പോലെ ഇല്ല, ഇപ്പൊ ജസ്റ്റ് കറി പോലെയായി. ഇതാണോ അഫ്ഗാനി ചിക്കൻ? ഇതാണോ വന്നത്? എന്നിട്ട് മറ്റേ മന്തി കടയിൽ പോയപ്പോ ഒഴിച്ചു വന്നത്? അത് ഇതിന്റെ ക്രീമല്ലേ? അത് മറ്റേ ഫ്രൈ ചെയ്തിട്ട് ഇതിന്റെ എന്തോ മസാല ഇട്ടാക്കിയിട്ട് ക്രീം ഒന്ന് അടച്ചു വെക്കാം. ഇച്ചിരി വെള്ളം കൂടെ ഒഴിക്കാം. ഒന്ന് വടിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയും കൂടെ ഒന്ന് വടിച്ചെടുക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം. മെഹന്തി അതാണ് സംഭവം. അപ്പൊ ഇത്രേ ഉള്ളു പരിപാടി. ലാസ്റ്റ് ഫ്രഷ് ക്രീം ആഡ് ചെയ്യും, ഇടയിൽ ആഡ് ചെയ്തിട്ടാ. എല്ലാവരും ഇത് ആദ്യം ഒന്ന് വറുത്തെടുക്കാറുണ്ട്. ആൾക്ക് വറുത്തത് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഈ മസാല നമ്മളിങ്ങനെ ഒരു മിക്സ് ചെയ്ത് വെച്ചേക്കുന്നില്ലേ, അതെടുത്തിട്ട് കുറച്ച് നെയ്യിലിട്ടിട്ട് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു ഗ്രേവിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ആൾക്ക് വറുത്തത് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിൽ ചെയ്തത് കേട്ടോ. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തേ അങ്ങനെ ചെയ്ത് നോക്കുക. അതൊക്കെ നിങ്ങൾ ചെയ്തോ. അത്രേ ഉള്ളൂ നമ്മതാ. അപ്പൊ ഈ സാധനം ഇവിടെ നിന്നിട്ട് മൊരിയട്ടെ. ഇതിനകത്ത് ചപ്പാത്തി ചൂടണം. ഇതിനകത്ത് ചൂടായിരുന്നു, പക്ഷേ ഞാനിപ്പോ ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് തന്നെ ചൂടാം. ഇതിനകത്ത് ചൂടെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5-6 ഒരുമിച്ച് ചൂടാം ഒറ്റടി. അതൊരു സാധനം ചൂട്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അതിന് തലകുത്തി പറയുന്നു ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ബട്ട് ലീസ്റ്റ് ഫ്രഷ് ക്രീം ഒഴിക്കാൻ പോകും. നമുക്കിത് ഇതിപ്പോ ഞാൻ ഇച്ചിരി ആൾക്ക് ഗ്രേവി വേണ്ടതുകൊണ്ട് കുറച്ച് ഗ്രേവിയിൽ എടുക്കുവാണ്. നമുക്കിത് നല്ല വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ചാറ് വേണ്ടത് കൊണ്ടാണ് ഞാൻ ഒരു ചാറിൽ ഇങ്ങനെ എടുക്കുന്നത്. നമുക്കിത് നല്ല വറ്റിച്ച് ഡ്രൈയിൽ എടുക്കാൻ പറ്റും. Come on, ഒഴുക്കി. അധികോ? ഒരു കാര്യം പറയാൻ മറന്നു. ചെറിയ പുളി ഉണ്ടായിരുന്നു ഗൈസ്. കാരണം തൈര് പുളിയുള്ള തൈരാണല്ലോ നമ്മളിട്ട്. ശരിക്കും പറഞ്ഞാൽ പുളി ഇല്ലാത്ത തൈരാണ് ഇടേണ്ടത്. അപ്പൊ അത് നിങ്ങൾ ചെയ്യുമ്പോ പുളി ഇല്ലാത്ത തൈര് ഇട്ടാൽ മതി, ഇപ്പൊ സെറ്റാവും. പിന്നെ മല്ലിയിലൊക്കെ ഇടുക ലാസ്റ്റ്. ചപ്പാത്തി ഉണ്ട്, അതിന്റെ കൂടെ അങ്ങോട്ട് കഴിക്കുക. റെഡി റെഡി. ഓക്കെ.
ചപ്പാത്തി കൊണ്ട് ഞാൻ പോയേക്കാം. സാധനം പോട്ടെ. അവര് എന്നപ്പോൾ അതാണ് സംഭവം. നിങ്ങൾക്ക് ഒരു കാര്യം ഞാൻ കാണിച്ചു തരട്ടെ. ഞാനിപ്പോൾ ഓസ്കാറുകളെ വളർത്തുന്നുണ്ട്, 2 ഓസ്കാറുകളെ. നിറമൊന്നുമില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം. കണ്ടോ, പിരാനകളുടെ അതേ കളറായിട്ട് എന്നാണ് അവള് പറയണത്. പിരാന മീനുകളാണെന്നാ പറഞ്ഞത്. കണ്ട, കറി വന്ന്. അയ്യോ വേവാ. അപ്പോ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ രാത്രിയത്തെ പാചകവും കാര്യങ്ങളും കഴിപ്പും. ഇനിയിപ്പോൾ ഇത് കഴിക്കട്ടെ, കഴിക്കണേന്റെ വീഡിയോ കാണിച്ചു തരാട്ടെ. അവള് വന്നു. കൊള്ളാം. അതിൻ്റെ ഇടയിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി പോയതാണ് ഗൈസ്. അതാണ് ഞാൻ കാത്തിരുന്നത്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. കൊള്ളാം. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറ. ചിക്കനൊക്കെ നല്ല കുക്കായിട്ടുണ്ടോ കേട്ടോ ഗൈസ്. കുക്കായ കൊള്ളാം ഗൈസ്. ആ തൈരിന്റെ ഒരു ചെറിയ പുളി എടുത്തറിയുന്നുണ്ട്. കാരണം നമ്മൾ നോർമൽ ഒരു കിട്ടിയൊരു തൈര ഉപയോഗിച്ചിരുന്നത് കുറച്ച് പുളിയുണ്ട്. മിൽക്കി മിസ്റ്റിന്റെ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കറക്റ്റില് കിട്ടും. കൊള്ളാം. അപ്പോ അതൊക്കെയാണ് ഗൈസ്. അപ്പോ എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത വേറെ വേറെ വീഡിയോകൾ ഇതുപോലെ വരുന്ന വീഡിയോകളൊക്കെ വരും, കാണാൻ പറ്റും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. ബൈ.